ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ കർത്താവിന് കിടക്കാൻ ഇടമില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ മരിക്കും. 29:18 നാം വായിക്കുന്നത്. യെശയ്യാവ് 57:2 വായിക്കുന്നത്, അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താൻ തൻ്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. നല്ലൊരു കൂട്ടം ദൈവഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാതെ വണ്ണം അവരവരുടെ ബെഡിൽ കിടന്ന് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, വീട്ടിൽ കിടന്ന് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇയ്യോബും അത് ആഗ്രഹിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, രംഗബോധമില്ലാത്ത നടനായിട്ടാണ് മരണത്തെ കാണേണ്ടത്. നമ്മുടെ അനുവാദത്തിനത് കാത്തു നിൽക്കത്തില്ല. വിളിക്കാത്ത വിരുന്നുകാരനായിട്ടാണ് വരുന്നത്, കൊണ്ടുപോകുന്നത്. വേറെ ഏത് കാര്യവും അവധി വെച്ച് ചെയ്യാൻ പറ്റും. മരണം അവധി വെച്ച് മറ്റാർക്കും മാറാനാർക്കും കഴിയത്തില്ല. നമ്മൾ ബില്ലോ അല്ലെങ്കിൽ വീട്ടുകാരമോ ടെലിഫോൺ ബില്ലോ ഒക്കെ അടയ്ക്കേണ്ട നിശ്ചിത തീയതി കഴിഞ്ഞാലും ഫൈൻ ഉൾപ്പെടെ അടയ്ക്കാം. പക്ഷെ മരണത്തോട് ഇന്ന് പോകും നാളെ വാ എന്ന് പറഞ്ഞാൽ അനുസരിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ചിന്തകൻ പറഞ്ഞിങ്ങനെയാണ്, ശരിക്ക് ജീവിക്കാൻ പഠിച്ചവൻ ഏത് സമയത്തും മരിക്കുവാൻ ഒരുക്കമായിരിക്കും. ഇതാ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് മരണം ഒരിക്കലും വരില്ല. അപ്രതീക്ഷിതമായിരിക്കും, ആകസ്മികമായിരിക്കും. അതിൻ്റെ വരവ് ജീവിതം, മരണം, മരണാനന്തരങ്ങൾ എന്നുള്ള കാര്യങ്ങൾ സംബന്ധമായ ദൈവിക വെളിച്ചം ലഭിച്ച ദാവീദിൻ്റെ പ്രാർത്ഥന നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് അത്രയുന്നതിനെ എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണിയെന്ന് അറിയുമാറാകട്ടെ. ഞാൻ ടൈറ്റിൽ പറഞ്ഞ കാര്യം, കർത്താവിന് കിടക്കാൻ ഇടമില്ല. യേശു പശുത്തൊട്ടിയിൽ കിടന്നു. നമുക്കറിയാം, ജനിക്കാൻ ഇടമില്ലാതെ ഒലിവുമലയിൽ താൻ പോയി പാർത്തത് ലൂക്കോസ് 21:37 വായിക്കുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ താൻ പോയി പ്രാർത്ഥിക്കാനിടമില്ലാതെ അവിടെ ഇരുന്ന് പിന്നെ താൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ താൻ കിടന്ന് മരിച്ചതെങ്ങനെയായിരുന്നു? മരിപ്പാൻ ഇടമില്ലാതെ താൻ ക്രൂശിൽ മരിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അതെ ദൈവമക്കളെ, അതെ നമ്മുടെ പാപ പരിഹാരത്തിനായി മശിഹ കിടക്കേണ്ടി വന്ന സ്ഥലം, അത് വിശ്വാസികളായ നമ്മുടെ ചിന്തയ്ക്ക് അത് വിഷയീഭവിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് കൂട്ടിൽ കിടന്ന് മരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് സമർപ്പിക്കാം.